അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന എവിടേക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ദൂരെ കാണുന്ന ഒരു പാലസ് കണ്ടോ, ആ പാലസാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിനുള്ള കാഴ്ചകളൊക്കെ എടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് നമ്മളിപ്പോൾ പാലസിൻ്റെ ഒരു എൻട്രൻസിലേക്ക് പോവാണ്. എൻട്രൻസ് നമ്പർ 4 വരാനാണ് അവർ പറഞ്ഞത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്റ്റൻസ് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുന്നത്. കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേനുള്ള കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതൊരു എൻട്രൻസ് ആണ് കേട്ടോ. എന്ത് മനോഹരമാണെന്നറിയോ. ലൈറ്റുകളുടെ ഒരു പെരുന്നാൾ തന്നെയാണ്. അതിന് നേരെ ഓപ്പോസിറ്റിലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമുക്ക് അവർ പെർമിറ്റ് തന്നു. നമ്മുടെ ഇവിടെ കോവിഡ് വാക്സിനേഷൻ ചെയ്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസും അതുപോലെ കൊറോണ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചപ്പോഴത്തേന് നമുക്ക് അവരെ പെർമിഷൻ തന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടുവേർഡ്സ് പാലസിനെ ഫേസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ രണ്ട് ഭാഗത്തും കാണാനായിട്ട്. നമുക്ക് എന്തോ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് നടക്കാനായിട്ട്. വണ്ടിക്കുള്ളവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്താം. ഇല്ലാത്തവർ കുറച്ച് ദൂരം നടക്കണം. പക്ഷെ നടന്നാലും കാഴ്ചകളുണ്ട്, ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ വ്യൂ കാണാം. വളരെ ദൂരെയായിട്ട് നമുക്ക് ആ പാലസ് കാണുന്നത് കണ്ടോ. പാലസിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കിക്കോളൂട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. അവിടുത്തെ ആ സറൗണ്ടിങ്സിലുള്ള ലൈറ്റുകൾ തന്നെ കണ്ടാൽ മതി. നമുക്ക് വന്ന ടൈം, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ നമുക്ക് മുതലായി എന്ന് പറയാം. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കണ്ട ഒരുപാട് ലൈറ്റുണ്ട്. അങ്ങറ്റത്തൊരു ബ്ലൂ കളർ കാണുന്നില്ലേ, അതൊരു പാലസാണ് കേട്ടോ. അവിടേക്ക് നമുക്ക് പറ്റുകയാണെങ്കിൽ പിന്നീടേക്ക് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. പക്ഷെ അവിടെ ശരിക്കും നമ്മളിവിടുത്തെ റൂളേഴ്സൊക്കെ താമസിക്കുന്ന ഒരു പാലസ് ആണെന്നാണ് എൻ്റെ അറിവ്. കൺസ്ട്രക്ഷൻസ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് കേട്ടോ. എന്ത് മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുള്ളതെന്നറിയോ. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അതേമാതിരി അവർ അത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഐറ്റംസും അതുപോലെ ഓരോ പില്ലറുകളും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ലൈറ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വേണ്ട, അത്രയും ഭംഗിയാണ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് എൻട്രൻസ് റിസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഹാളിലേക്ക് നമ്മളെത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞൊരു അപാര വ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
മുകളിലോട്ടുള്ള ഫ്ലോർസൊക്കെ നോക്കിയേ, ലൈറ്റുകളും ഇതൊക്കെ അതിലോട്ട് ആർട്ട് വർക്കുകളൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ടോപ്പിൽ കണ്ടോ, ശ്രദ്ധിച്ചോ? ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയോളൂ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് ഐറ്റംസ് ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. ചില സ്ഥലത്ത് കുറേ സാധനങ്ങൾ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട് അവർ. എന്താണ് പ്രൊഡക്ട്സ് എന്നുള്ളത് എനിക്കറിയില്ല. എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ കാഴ്ചകൾ കാണാൻ വന്ന ആൾക്കാരല്ലേ, മേടിക്കാൻ വന്ന ആൾക്കാരല്ലേ. ഓരോരോ ഫ്ലോർ നമ്മൾ താഴോട്ട് ഇറങ്ങിച്ചില്ല കേട്ടോ. മുകളിലേക്കുള്ള പോലെയാണ് താഴോട്ട് നമുക്ക് സ്റ്റെപ്സ് ഇറങ്ങി ഒരുപാട് പോകാനുണ്ട്. നമ്മൾ 2 ഫ്ലോർ താഴോട്ട് പോന്നു. എന്താ പറയാ, ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. വെറൈറ്റി ഒരു ലൈറ്റ് നോക്കിയത് വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്നു. നേരിട്ട് കാണാൻ അടിപൊളിയാണ്.
ചിലവില്ല കേട്ടോ. ഇതിന് പാസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണ് എന്നുള്ളതിൻ്റെ റിസൾട്ടും, അതുപോലെ അൽഹോസൻ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ഗ്രീൻ ആയിട്ടുള്ള സ്റ്റാറ്റസും കാണിച്ചാൽ മതി. വേറെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വീഡിയോ എടുക്കാനൊക്കെ ഇവിടെ അലൗഡാണ്. നമ്മൾ പെർമിഷൻ ചോദിച്ചായിരുന്നു, അവർ അലൗ ചെയ്തായിരുന്നു. അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതൊരു ചെറിയൊരു സൂക്ക് പോലത്തെ ഏരിയ ആണ്. അതായത് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വെച്ചുള്ള എന്തോ ഇവിടെ ഓപ്പൺ അല്ല, ഇപ്പോൾ ക്ലോസിങ് ടൈം ഉണ്ടായിരിക്കും. നമ്മൾ വരുന്ന സമയത്തിന് മുന്നേ ക്ലോസ് ചെയ്തായിരിക്കും, അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ആ വഴിക്കൊന്ന് നടന്നു നോക്കാം. കാർപ്പറ്റാണ്. ഒരുപാട് ഭയങ്കര ലെങ്ത്തിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒറ്റ സ്ട്രെച്ചിൽ നെയ്തെടുത്താന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. വീഡിയോയിൽ ഒരു ഇത്തിരി ഡാർക്കായിട്ടാണ് കാണുന്നത്. പുറത്തോട്ടിറങ്ങി ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒരുവിധം കണ്ടു. പുറത്തിറങ്ങി, പുറത്തത്തെ ലൈറ്റിന് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. നോക്കിയേ, ഇത്രയും ദൂരം നീണ്ടു എടുക്കട്ടെ. നമുക്കൊരു ചെറിയൊരു ഏരിയയിലേക്കാണ് എൻട്രി ഉള്ളൂ. നമ്മൾ ആ ഏരിയയിൽ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1-2 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിന് മാത്രം ഉണ്ട് കാണാനായിട്ട് അതിനകത്ത്. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളായിട്ട് തോന്നാമെങ്കിലും പക്ഷെ നമ്മൾ ഒരുപാട് ദൂരം അതിനകത്ത് നടന്നു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി, കാലൊക്കെ വേദനിച്ചു തുടങ്ങി. ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നമുക്ക് ഇന്ന് വണ്ടി ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ബസ്സിനാണ് ഇവിടെ വന്നത്. ബസ് സർവീസിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് ഇനി ഒരുപാട് ദൂരം നടക്കണം. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം അങ്ങോട്ട് അറിയുന്നില്ല. കാലിനൊരു ചെറിയ വേദനയുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. എനിക്ക് നടക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. രാജേഷ് ചേട്ടനാണെങ്കിൽ അവർ സ്ഥിരം നടക്കണ കാരണം കൊണ്ട് അവർക്ക് അതൊരു വിഷയമല്ല. കിലോമീറ്റർ കണക്കിന് അവർ നടക്കും. ഞാനും ചെറിയ തോതിലൊക്കെ നടക്കും, എന്നാലും അധികം നടത്തൊന്നുമില്ല.
അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നുണ്ടോ ഒരു ഗാർഡനും അതുപോലെ അവിടെയുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട്. ഇതിൻ്റെയൊക്കെ ബ്യൂട്ടി കാണണമെങ്കിൽ ഡേ ടൈമിൽ വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുള്ള കാരണം കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം നമുക്ക് ആ ഗ്രീനറി ഒക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ലൈറ്റുകളുടെ ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആർട്ട് വർക്കാണ്. കുറേ അധികം സ്റ്റോൺസ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ അവർ ഹാങ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു കറക്റ്റ് ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരിയുടെ ഫേസാണ് അവിടെ തെളിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.